കണ്ടില്ലേ ഈ വീഡിയോ? 20 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ ആ 20 സെക്കൻഡ് കൊണ്ട് ഇന്നലെ കേരളം മൊത്തം തൂക്കിയ വീഡിയോ ആണ് ഇതായി കാണുന്നത്. ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ സത്യപ്രതിജ്ഞയായിരുന്നു, വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞയായിരുന്നു മുഖ്യമന്ത്രിയായിട്ട്. പക്ഷേ ആ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോനെ കാട്ടി ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ദാ ഈ ഒരൊറ്റ വീഡിയോ. ഉമാ തോമസ് സഖാവ് പിണറായി വിജയനെ വന്നിട്ട് കണ്ട് പറയുന്ന, അല്ലെങ്കിൽ അവർ ആ പിണറായി വിജയനോട് സംസാരിക്കുന്ന ആ ഒരു രംഗം, വലിയൊരു ആപത്തിൽ പെട്ടപ്പോഴേ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ പെട്ടപ്പോഴേ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ നന്ദിയാണ് ആ പ്രകടിപ്പിക്കുന്നത്. അതെ, എല്ലാ ചികിത്സയും അവർക്ക് നല്ല രീതിയിൽ കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, അഭിവന്ദ്യനായ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനോടുള്ള നന്ദി പ്രകടനം ഇന്നലെ കേരളം മൊത്തം കണ്ടൊരു വീഡിയോ ആണ്. ഇന്നലെ വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞ ആരൊക്കെ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ ഇന്നലെ കേരളം മൊത്തം വൈറലായ ഒരു വീഡിയോ ആണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ, ഈ ഒരു വീഡിയോ മതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. പ്രളയവും ഓഗിയും നിപ്പായും കൊറോണയും എന്തൊക്കെ ദുരിതങ്ങൾ, പ്രതിപക്ഷമെന്ന ദുരന്തങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ച ഒരു പ്രഗത്ഭനായ മുഖ്യമന്ത്രി. ഇനി ആരൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി ചേർക്കപ്പെടും. വേറൊന്നും കൊണ്ടല്ല, 10 വർഷം കൊണ്ട് കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച മുഖ്യമന്ത്രിമാർ ആരൊക്കെ ഉണ്ടെങ്കിലും, ഇനി ഉമ്മൻചാണ്ടി ആണെങ്കിലും, ഇനി എ കെ ആന്റണി ആണെങ്കിലും, അതേപോലെ തന്നെ കെ കരുണാകരനാണെങ്കിലും, ആരെങ്കിലും പ്രതിപക്ഷത്തിരുന്നവരെ മുഖ്യമന്ത്രിമാരായിരുന്നെങ്കിലും അവരൊക്കെ ഈ കേരളത്തിൽ നടപ്പിലാവില്ല, നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പല വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടത്തി പ്രാവർത്തികമാക്കിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന മനുഷ്യൻ. പലരും വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, കേരളത്തിൽ എന്ത് വികസനമാണ് ഇടതുപക്ഷം നടത്തിയത്, എന്ത് വികസനമാണ്? കൂടുതലും എന്നോട് ചോദിക്കുന്ന ലീഗുകാരാണ്. ലീഗുകാരോട് ഞാൻ ഒരിക്കലും വികസനത്തെക്കുറിച്ച് പറയാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവരോട് അസ്സലാമു അലൈക്കും ഗുഡ് നൈറ്റ് മാത്രമാണ് പറയുക. കാരണം ഓരോട് പറയാത്തതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, കോഴിക്കോട് എയർപോർട്ട് വന്ന സമയത്ത് കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ അറേബിൾ എന്ന് എഴുതിയിരുന്നപ്പം അവിടെ അരിവാളാണ് എഴുതി വച്ചിരിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ എയർപോർട്ടാന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത ലീഗുകാരോട് കേരളത്തിൻ്റെ വികസനത്തെ പറ്റി പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങൾ പറയും. 6 വരിപ്പാത കേരളത്തിൽ സ്ഥലമെടുത്ത് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. കേരളത്തിൽ നടപ്പിലാകില്ല എന്ന് പറഞ്ഞ ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിന് അത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് മാത്രമാണ്. K4, കെ ഇൻ്റർനെറ്റ്, അത് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. വിഴിഞ്ഞം പോർട്ട്, ലോകത്തിനൊപ്പം കിടപിടിക്കുന്ന ഒരു പോർട്ട് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, പലരും പറയും കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടാണ്, കല്ലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. കണ്ണൂർ എയർപോർട്ടാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയും, കല്ലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. ബാക്കി 90%, 100% പണി തീർത്ത് അത് പ്രാവർത്തികമാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോഴാണ് അത് ആ സർക്കാരിൻ്റെതാവുന്നത്. വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ, ഇടമൺ പാത, അതേപോലെ തന്നെ കൊച്ചി ഇടമൺ പവർ ഹൈവേ, തീരദേശ ഹൈവേ, എന്തിനു പറയുന്ന വയനാട് മുണ്ടക്കൽ ചൂരൽമലയിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്. 179 വീടുകളും കൈമാറി അർഹതപ്പെട്ടവരുടെ കൈകളിൽ. കോൺഗ്രസ് പിരിച്ച പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും അവർക്ക് കണക്കില്ല. പക്ഷേ ഇടതുപക്ഷം പിരിച്ച പൈസയ്ക്ക് കണക്കുണ്ട്. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങി പോകുമ്പം കേരളത്തിൻ്റെ പൊതുകടമെന്ന് പറയുന്നത് 6000 കോടിയാണ്. ഖജനാവിൽ ബിഗ് സീറോയാണ്.
പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന സഖാവും ഇടതുപക്ഷവും ഭരണം വിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഖജനാവിൽ മാത്രം 4 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. 4 കോടി രൂപ. പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും 600 കോടിയോളമുണ്ട്. എന്നീ പറയരുത് ഖജനാവിൽ പണമില്ല എന്ന്. ഈ വീഡിയോയ്ക്ക് താഴെയും ലീഗുകാർ വന്നിട്ട് പച്ച തെറി വിളിക്കുമെന്ന് എനിക്കറിയാം. അത് അവരുടെ രാഷ്ട്രീയമാണ്. അവരങ്ങനെ വിളിക്കത്തുള്ളൂ, അവരങ്ങനെ പഠിച്ചിട്ടുള്ളൂ, അവരങ്ങനെ പാടത്തുള്ളൂ. അതുകൊണ്ട് വിഷയമല്ല. കണ്ടില്ലേ, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ഭാവിയിൽ നമ്മുടെ മക്കൾ പറയും. അതാണ് മുഖ്യമന്ത്രി. ഇദ്ദേഹത്തിന് ഇഷ്ടവും അത് തന്നെയാണ്. കാരണം 10 വർഷം നാട് പല ദുരിതങ്ങളിൽ മുന്നോട്ട് പോയപ്പോഴും ആ നാടിനെ ഒരു അച്ഛനെ പോലെ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പനെ പോലെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചൊരു നേതാവാണ്, മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ്. അതിന് എത്ര മുഖ്യമന്ത്രിമാർ കേരളത്തിൽ വന്നു കഴിഞ്ഞാലും ഇല്ല മക്കളെ, ഇതിന് ഒരെണ്ണ എടുത്തു വയ്ക്കാൻ ഇല്ല. അതിനിപ്പോൾ ഞാൻ ഇടതുപക്ഷത്തിലാണെങ്കിലും വലതുപക്ഷത്തിലാണെങ്കിലും ഇതിനെപ്പോലൊരു മുതലിനെ എടുത്തു വയ്ക്കാൻ വേറെ ആരും ഇല്ല മക്കളെ. ഇതൊന്നേ ഉള്ളൂ. ഇത് റയർ പീസാണ്. ഇത് പറയുമ്പോൾ വീണ്ടും ലീഗുകാർ തെറി വിളിക്കുമായിരിക്കും. അത് നിങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങൾ നീ എന്നെ എത്രത്തോളം തെറി വിളിക്കുന്നോ അത്രത്തോളം ഞാൻ നിങ്ങളെ വിമർശിക്കും. വിമർശിച്ച് തുറന്ന് കാണിക്കും ഞാൻ നിങ്ങളെ. അത്രേ പറയാനുള്ളൂ.